എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നേ ദിവസം കർത്താവ് നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 103-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇസ്രായേലിന്റെ മധുര ഗായകൻ എന്നറിയപ്പെട്ടിരുന്ന ദാവീദ് പല സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. തന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ദൈവത്തിന് പാടുക, ദൈവത്തിന് മഹത്വം അർപ്പിക്കുക എന്നും. അത് എക്കാലങ്ങളിലും താൻ ചെയ്യുമായിരുന്നു. വനാന്തരങ്ങളിൽ ആടിനെ മേയ്ക്കുമ്പോഴും സിംഹാസനത്തിൽ കസേരയിരിക്കുമ്പോഴും ദാവീദ് പാടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് തന്നെ ഒരിക്കൽ പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. ദാവീദിന്റെ അനുഭവങ്ങൾ നമുക്കറിയാം. വളരെ വേദനയിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. കസേര പോലും സിംഹാസനം പോലും വിട്ട് ഓടിയ അനുഭവങ്ങളുണ്ട്. പക്ഷേ എല്ലാ കാലത്തും ദാവീദ് ദൈവത്തെ വാഴ്ത്തുമായിരുന്നു. ദാവീദ് തന്നോട് തന്നെ പറയുന്ന ഒരനുഭവമാണ് ഇവിടെ. എൻ മനമേ നീ മൗനമായിരിക്കണം, യഹോവയെ വാഴ്ത്തണം, കാരണം അവൻ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്നാണ് ദാവീദ് തന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള പല ഭാഗങ്ങൾ നമുക്ക് ബൈബിളിൽ സങ്കീർത്തനങ്ങളിൽ കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമുണ്ട്. എന്നുള്ളമേ, എൻ മനമേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവും എന്നിങ്ങനെ ഇനിയും ഞാൻ അവനെ സ്തുതിക്കും. അപ്പോൾ ദാവീദിന്റെ മനസ്സ് വിഷാദിച്ച സമയങ്ങളുണ്ടായി. വിഷാദ രോഗം ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല, ദാവീദിന്റെ കാലത്തെ ഉണ്ടായിരുന്നു. ദാവീദ് പറയുക, എൻ മനമേ നീ ഉള്ളിൽ വിഷാദിച്ച് എന്തിനും ഞരങ്ങണം, നീ ദൈവത്തിൽ ഒന്ന് പ്രത്യാശ വെച്ച് നോക്കിയേ, അപ്പോൾ നിനക്ക് പാടുവാൻ കഴിയും എന്നാണ് ദാവീദ് പറയുന്നത്. ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നത് 3 വിധത്തിൽ ആരാധിക്കുന്ന ആളുകളുണ്ട്. ഒന്ന്, ലിപ് ലെവൽ വർഷിപ്പ്, ആദരം കൊണ്ട് മാത്രമുള്ള ആരാധന. അതാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, തങ്ങളുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്തകറ്റി വെച്ചിരിക്കുന്നു. ശരീരം കൊണ്ട് അവർ പ്രസന്റ് ആണ്, പക്ഷേ ഹൃദയം മറ്റെവിടെയോ ആണ്. അധരം കൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുന്നു, ഹൃദയം കൊണ്ട് സ്തുതിക്കുന്നില്ല. അതാണ് ലിപ് ലെവൽ വർഷിപ്പ്. രണ്ടാമത്തെ ഒരു വർഷിപ്പാണ് മൈൻഡ് ലെവൽ, ബുദ്ധി കൊണ്ടുള്ള ആരാധന. അത് എല്ലാവർക്കും ചെയ്യാൻ കഴിയും. ഒരിക്കൽ പൗലോസ് പറഞ്ഞല്ലോ, ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പാടും. അപ്പൊ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും, ബുദ്ധി കൊണ്ട് പാടുവാൻ കഴിയും, അത് ആവശ്യമാണ്. എന്നാൽ മൂന്നാമത് ഒരു ആരാധനക്കാരുണ്ട്, അത് ഹാർട്ട് ലെവൽ വർഷിപ്പ്, ഹൃദയം കൊണ്ടുള്ള ആരാധന. അതാണ് യേശു ശമര്യക്കാരിയായ സ്ത്രീയോട് ഈ ആരാധനയെ കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ പറഞ്ഞത്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അപ്പോൾ നമ്മൾ ലിപ് ലെവൽ വർഷിപ്പ് ആകരുത്. മൈൻഡ് ലെവൽ കൊണ്ട് മാത്രം ആരാധിച്ചാൽ പോരാ, മറിച്ച് നമ്മൾ ഹാർട്ട് ലെവൽ വർഷിപ്പിലേക്ക് ഉയരണം. ഹൃദയം കൊണ്ടുള്ള ആരാധനയിലേക്ക് നാം ഉയർന്നു വരുവാൻ ഇടയായിത്തീരും. ഇവിടെ ദാവീദ് തന്റെ ഹൃദയം ഏകാഗ്രമാകാൻ വേണ്ടി, തന്റെ ഹൃദയം മറ്റെങ്ങും പോകാതിരിക്കാൻ ദാവീദ് പറയുകയാണ്, എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക. ചിലപ്പോഴൊക്കെ ആരാധനയ്ക്ക് വരുമ്പോൾ കൈകൊണ്ട് പലതും ചെയ്തു തീർത്തിട്ടാണ് വരുന്നതെങ്കിലും
ഹൃദയം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയാത്തതിനെ കുറിച്ചുള്ള ഭാരത്തോടിരിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അങ്ങനെ ആകരുത്. നാം ഹാർട്ട് ലെവൽ വർഷിപ്പേഴ്സാണ്. ഹൃദയം കൊണ്ടുള്ള ആരാധകരായി തീരുക. നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാം. ദാവീദിന് പറഞ്ഞതുപോലെ എല്ലാ ഹൃദയത്തിലെ വിഷാദങ്ങളും മാറ്റി ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല ഈ ദിവസത്തിനായിട്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നന്ദിയോടെ അങ്ങേ ആരാധിപ്പാൻ കൃപ തരണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.